എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സൂപ്പർ സൺഡേ ക്ലാഷിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഒരു മികച്ച വിജയം നേടിയാണ് മുംബൈ ഇന്ത്യൻസ് IPL 2024 തങ്ങളുടെ ആദ്യ പോയിൻ്റ് രേഖപ്പെടുത്തിയത്. കളിച്ച 4 മത്സരങ്ങളിൽ 1 വിജയം 3 പരാജയം ഉൾപ്പെടെ 2 പോയിൻ്റ് മാത്രമുള്ള മുംബൈ ഇപ്പോഴും പോയിൻ്റ് ടേബിളിൻ്റെ 8ാം സ്ഥാനത്താണ് തുടരുന്നത്. നമുക്കറിയാം, ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പോരാട്ടത്തിൽ 6 റൺസിൻ്റെ പരാജയം, രാജസ്ഥാനെതിരെ 6 വിക്കറ്റിൻ്റെ പരാജയം, ഹൈദരാബാദിനെതിരെ IPL ചരിത്രത്തിലെ ഉയർന്ന ടീം ടോട്ടൽ വഴങ്ങിയെന്ന മോശം റെക്കോർഡിനൊപ്പം 28 റൺസിൻ്റെ പരാജയം. ഒടുവിൽ ഡൽഹിക്കെതിരെ മാനം കാക്കാനിറങ്ങിയ മുംബൈ 29 റൺസിൻ്റെ ഒരു വിജയം നേടിയത് മാത്രമാണ് MIക്ക് ഈ സീസണിലെ ആശ്വാസകരമായ ഒരു അപ്ഡേറ്റ്. അപ്പോൾ മുംബൈയുടെ ആദ്യ 4 റൗണ്ട് ഫിക്സ്ചേഴ്സ് പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ MI 2024 IPL സീസണിലെ അവരുടെ പ്രകടനം എങ്ങനെ, പ്ലേ ഓഫ് സാധ്യതകൾ വിദൂരമോ, നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ IPL റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 4 മത്സരം കളിച്ച് 1 വിജയം മാത്രമുള്ള മുംബൈ 2 പോയിൻറ്റുമായി പോയിൻ്റ് ടേബിളിൻ്റെ 8ാം സ്ഥാനത്താണ്. ഹാർദിക് പാണ്ഡ്യയുടെ സംഘം. ക്യാപ്റ്റൻസിയെ ചൊല്ലിയുള്ള ഇഷ്യൂകൾ ഇപ്പോഴും താരങ്ങൾ തമ്മിലും മാനേജ്മെൻറ്റിനിടയിലും അലയടിച്ച് നിൽക്കുമ്പോൾ പോലും ഡൽഹിക്കെതിരെ ഒരു പൊരുതി നേടിയൊരു വിജയം ടീമിന് ഗുണകരമാകും. അപ്പോൾ മുംബൈയുടെ അടുത്ത മത്സരം ഇനി കരുത്തരായ RCBക്കെതിരെയാണ്. സീസണിൽ ഇതുവരെയും ഒരു ഫോമിലേക്ക് എത്താത്ത RCBയാണ് മുംബൈക്ക് ഇനി നേരിടാനുള്ളത്. അപ്പോൾ മുംബൈയുടെ കുറച്ച് അവരുടെ ആദ്യ 3 മത്സരങ്ങളിലെ പരാജയത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചെന്ന് പറയുമ്പോൾ പോലും അത്ര മികച്ച പ്രകടനം നമുക്ക് അവരുടെ ടീമിൽ കാണാൻ സാധിച്ചില്ല. സോ അങ്ങനെ കുറച്ച് ഫാക്റ്റുകളൊക്കെ മുംബൈയെ സംബന്ധിച്ച് നോക്കാം. ഒന്ന്, സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. രോഹിത് ശർമ്മ, തിലക് വർമ്മ, നമൻ ധർ, ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരത്തിലായിരുന്നു DCക്കെതിരെയായിരുന്നു തൻ്റെ സീസണിലെ ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തത്. സോ ഈ ഒരു 4 ബാറ്റർമാരെ മാറ്റി നിർത്തുകയാണെങ്കിൽ മിഡിൽ ഓർഡറിലേക്ക് വരാൻ അത്ര മികച്ച ബാറ്റർമാർ ഇപ്പോൾ ടിം ഡേവിഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ താരങ്ങളുടെ ഒരു മികച്ച ഇന്നിങ്സ് അവർക്ക് ഇനിയും ആവശ്യമുണ്ട്. സോ ഒരു കൺസിസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ സാധിക്കാത്ത മുംബൈ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു സീസൺ നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ മിഡിൽ ഓവറുകളിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ മെല്ലപ്പോക്ക് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി ചർച്ച ചെയ്യുകയാണ്. രാജസ്ഥാനെതിരായ പോരാട്ടത്തിൽ പോലും അത്ര മികച്ച, അല്ലെങ്കിൽ മിഡിൽ ഓവറുകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെല്ലപ്പോക്ക് നമ്മൾ പലതവണ കണ്ടതായിരുന്നു. അത് കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. മിഡിൽ ഓവറുകളിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വെടിക്കെട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റാർ ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു പഴയ ഫോമിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പഴയ ഇന്നിങ്സിലേക്ക് ഇതുവരെയും ഹാർദിക്കിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എക്സ്പെൻസീവ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം, ജെറാൾഡ് കോട്സി, പീയൂഷ് ചൗള, കൊനാം അഫാക്ക, ജസ്പ്രീത് ബുംറ തുടങ്ങിയ ഒരുപിടി മികച്ച താരങ്ങൾ, ഡെത്ത് ഓവർ ബോളേഴ്സ് ഉൾപ്പെടെ ഒരു കട്ടിയുള്ള ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് മുംബൈക്കുള്ളത്. അതൊക്കെ പേരിന് മാത്രമാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ MI ബൗളേഴ്സ് കാണിച്ചു തന്നത്. DCക്കെതിരെ പോരാട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം 235 റൺസ് അടിച്ചെടുത്തു. DCയെ പോലെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര കരുത്തല്ലാത്ത ഡൽഹി ക്യാപിറ്റൽസ് പോലും മുംബൈ ബൗളർമാരെ തലങ്ങും വിലങ്ങും മർദ്ദിച്ച് 200-ന് മുകളിൽ വരെ അവർ ആ ഒരു ചേസ് കൊണ്ടെത്തിച്ചു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുംബൈയെ പോലെ കരുത്തുറ്റ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സീസണിലെ ആ പ്രകടനം എത്ര വളരെ മോശമാണെന്ന്. വൻതുകയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ച താരങ്ങൾ പോലും നിലവാരത്തിനൊത്ത പ്രകടനം കാഴ്ചവെക്കാത്തത് ഹാർദിക് പാണ്ഡ്യയുടെ സംഘത്തിന് കൂടുതൽ ബുദ്ധിമുട്ട് തന്നെയാണ് വെക്കുന്നത്. DCക്കെതിരെ പോരാട്ടത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു പ്രകടനം കൊണ്ട് അടുത്ത മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇനിയും തോൽവികൾ തന്നെ നേരിട്ടേക്കാം. മികച്ച സ്പിന്നർമാരുടെ അഭാവം എടുത്തു പറയേണ്ട കാര്യം തന്നെ. സീസണിൽ മുംബൈയുടെ അനലൈസിസ് വീഡിയോ ചെയ്തപ്പോൾ പ്രധാനമായി പറഞ്ഞ കാര്യം തന്നെയായിരുന്നു സ്പിന്നർമാരുടെ അഭാവം. പീയൂഷ് ചൗള, അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി പ്ലേയിങ് ലെവലിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിന് DCക്കെതിരെ പോരാട്ടത്തിലായിരുന്നു 11ലേക്ക് എത്തിയത്. അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പീയൂഷ് ചൗള, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു മികച്ച ഒരു സ്പിന്നറുടെ അഭാവം മുംബൈക്ക് ഇപ്പോഴും ടീമിലുണ്ട്. പിന്നീടുള്ളത് ക്യാപ്റ്റൻസിയിലുള്ള ചില പ്രോബ്ലങ്ങൾ തന്നെ. നമുക്കറിയാം, ചില തെറ്റായ തീരുമാനങ്ങൾ കഴിഞ്ഞ 4 മത്സരങ്ങളിലും ഹാർദിക്കിൻ്റെ ചില പ്രധാനപ്പെട്ട തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ കളിക്കളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന്, ബൗളർമാരെ ഉപയോഗിക്കുന്ന ആ ഒരു തെറ്റായ സമയം. ന്യൂ ബോളിൽ, അതായത് ആദ്യ ഓവറിലൊക്കെ വരുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പന്തുകൾ സ്വിങ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ബോളറായ ജസ്പ്രീത് ബുംറ കൂടാരത്തിലുണ്ടെങ്കിൽ പോലും ആദ്യം കുറച്ച് മത്സരങ്ങളിൽ ഹാർദിക് ബൗൾ ഏൽപ്പിച്ചത് കൊനാം അഫാക്ക പോലെ ഒരു യുവതാരത്തിനായിരുന്നു. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ചൊല്ലിയുള്ള ഒരു പ്രശ്നം തന്നെയാണ്.
ഒപ്പം ഡെത്ത് ഓവറുകളൊക്കെ വരികയാണെന്ന് നോക്കിയാൽ പലതവണ അദ്ദേഹം ബൗളർമാരെ തിരിച്ചും മറിച്ചും കൊണ്ടുവന്ന് പലതവണ അദ്ദേഹം ചെണ്ട പോലെ അടി വാങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ക്യാപ്റ്റൻസിയിൽ ചില പോരായ്മകൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെയുള്ള കാര്യം നേരത്തെ പറഞ്ഞ DC പോലെ വളരെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്ര കരുത്തല്ലാത്ത ടീം പോലും മുംബൈക്കെതിരെ 200 മുകളിൽ അടിച്ച് ചേസ് കൊണ്ടെത്തിച്ചെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാം മുംബൈയുടെ കരുത്തുറ്റ ബോളിംഗ്. പോരാട്ടത്തിലെ പ്രകടനം നമുക്ക് റൊമാരിയോ ഷെഫേർഡിൻ്റെ അവസാന ഓവറുകളിലെ ഒരു ത്രില്ലർ വെടിക്കേട് നമ്മൾ കണ്ടതായിരുന്നു. സോ അതുപോലെ ഇനിയും തുടർ വിജയങ്ങൾ മുംബൈ പോലെ ടീമിന് ഇനി എത്രത്തോളം ഒരു പോസിറ്റീവ് വൈബ് അവർ സൃഷ്ടിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. സോ DCക്കെതിരെ നേടിയ വിജയം RCBക്കെതിരെയും നേടാൻ സാധിക്കട്ടെ ദൈവത്തിൻ്റെ സ്വന്തം പോരാളികൾക്ക്.